ചരമദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. ഇദ്ദേഹത്തിൻ്റെ ചരമദിനം 1996 മുതൽ വായന ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. കേരളത്തിൻ്റെ വായന ദിനമായ ജൂൺ 19 2017 മുതൽ ഇന്ത്യയിൽ ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായന മാസമായും ആചരിച്ചു വരുന്നു. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് അദ്ദേഹം വായനശാല തുടങ്ങിയത്. ഒരു മലയാള മനോരമ പത്രം സൗജന്യമായി സംഘടിപ്പിക്കാൻ അദ്ദേഹം 15 കിലോമീറ്ററോളം നടന്നുപോയ കാര്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നു. വായനശാലയ്ക്ക് വേണ്ട സാമഗ്രികളും പുസ്തകങ്ങളും സംഭാവനയെ സമാഹരിക്കാൻ പലരെയും അദ്ദേഹം സന്ദർശിക്കുകയും സന്തോഷത്തോടെ പലരും നൽകുകയും ചെയ്തു. അമ്പലപ്പുഴയിൽ വായനശാല 6 മാസം പ്രവർത്തിച്ചാൽ ഒരു സ്വർണ്ണ മോതിരം നൽകാമെന്ന് അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം ലഭിച്ചിരുന്നു. പക്ഷേ അതിനു വേണ്ടിയല്ല, അദ്ദേഹം തുടർന്ന് കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും ധാരാളം വായനശാലകൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു. ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചതിന് ശേഷം ഗ്രന്ഥശാല സംഘം രൂപവത്കരിച്ചു. 1945 ഗ്രന്ഥശാല സംഘം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. 1947 ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തത്. ഒരു സാധാരണ ഗ്രന്ഥശാല സംഘപ്രവർത്തകനായി കാൽനട യാത്രയായി ഈ കേരളം മുഴുവൻ അലഞ്ഞ PN പണിക്കർ എന്ന മനുഷ്യനാണ് വായനാ വസന്തത്തിന് തുടക്കം കുറിച്ചത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യമാണ് PN പണിക്കർ ഫൗണ്ടേഷന്റെ മുദ്രാവാക്യം. ദയവായി കസേരകൾ ഒഴിവാക്കരുത്. ഇനിയും കുട്ടികൾ ഈ ചടങ്ങിനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇരിക്കുന്ന കുട്ടികൾ ആ സമീപ പ്രദേശങ്ങളിൽ, അതായത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെയുള്ള ആ സീറ്റുകളിൽ കുട്ടികളെ ഇരുത്താൻ ശ്രദ്ധിക്കുക. കാരണം മുകളിലെ ഭാഗവും കൂടുതലും നിറയുകയാണ്. അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അദ്ദേഹം ഏതാണ്ട് 5000-ലേറെ ഗ്രാമങ്ങളിൽ ഈ സന്ദേശം എത്തിച്ചു. അതോടെ ഗ്രന്ഥശാലകൾ സാക്ഷരതാ പ്രവർത്തനത്തിന് വേദികളായി മാറി. നാടിൻ്റെ ഗ്രന്ഥശാലകളാണ് അല്ലെങ്കിൽ വായനശാലകളാണ് ഓരോ നാടിൻ്റെയും സാംസ്കാരിക കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചത്. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സ്മാരക സ്കൂളായി വിദ്യാഭ്യാസ വകുപ്പ് 2014 പുനർനാമകരണം ചെയ്തു. വായന മനുഷ്യൻ്റെ സ്വയം നവീകരണത്തിനാണ്. ബൗദ്ധികമായ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വായനയാണ്. വായനയുടെ ലോകത്തിലേക്ക് പൊതുജനങ്ങളെ നയിക്കുകയും സാക്ഷരതാ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് അപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു PN പണിക്കരുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി നമ്മുടെ രാജ്യം ആചരിക്കുന്നത്. നമുക്ക് വായനാശീലങ്ങൾ പുതുക്കാനും പുതുതലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായനാശീലത്തെ തിരികെ കൊണ്ടുവരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ, സന്തോഷം. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ കുട്ടികളെല്ലാം അവിടെ പറയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സീനിയർ ആൾക്കാരെല്ലാം അപ്പോൾ അവർ സ്കൂൾ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പുറത്ത് വോളണ്ടിയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ക്രമീകരിച്ച് അവർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ അതിഥി എത്തിച്ചേർന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ശാന്തരായി സ്ഥാനങ്ങളിൽ തന്നെ ഇരിപ്പുറപ്പിക്കുക. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ ധന്യ പ്രണാമം. 30ാമത് ദേശീയ വായന മഹോത്സവം ഇന്ന് ജൂൺ 19, 2005 നടക്കുകയാണ്. PN പണിക്കർ ദേശീയ വായന ദിനാഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. വായന ശീലമാക്കാനും ആഴത്തിലുള്ള വായന പ്രോത്സാഹിപ്പിക്കാനുമായി PN പണിക്കർ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 30ാമത് ദേശീയ വായന മഹോത്സവത്തിന് വായനാ ദിനമായ ഇന്ന്
ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം നിർവഹിക്കും. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർ അധ്യക്ഷത വഹിക്കും. ഈശ്വര പ്രാർത്ഥനയാണ് നമ്മുടെ ആദ്യ. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കാർമൽ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളെ ക്ഷണിക്കുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നതിനായി PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ബാലഗോപാൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ, നമ്മുടെ PRD സെക്രട്ടറി ശ്രീ സുഭാഷ് TK നായർ, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ പാലോട് രവി, M വിജയകുമാർ, ശ്രീ പന്നിൻ രവീന്ദ്രൻ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നൊരു സുദിനമാണ്, വായനാ ദിനം. വായിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുകയും വായന ഒരു ലഹരിയാക്കുവാനും വായനയിൽ കൂടെ വളരുവാനും അറിവ് നേടാനും അറിവിലൂടെ സമ്പന്നനാകാനും നമ്മളെ പഠിപ്പിച്ച ശ്രീ PN പണിക്കരുടെ ഓർമ്മദിനവുമാണ്. അദ്ദേഹത്തിൻ്റെ 30ാം ഓർമ്മദിനവുമാണ്. ഇത് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 18 വിദേശ രാജ്യങ്ങളിലും ആഘോഷിക്കുന്നു. കേരളം ഇന്ന് കേരളമോദി എഴുതിയതുപോലെ ഭാരതം കേരളത്തിൻ്റെ കണ്ണാടിയുടെ വായിക്കുകയാണ്, കേരളത്തിൻ്റെ കണ്ണുകളിലൂടെ വായിക്കുകയാണ്. ഭാരതം മുഴുവൻ ഇന്ന് ജൂൺ 19 വായനാദിന പ്രതിജ്ഞയെടുക്കുന്നു കുട്ടികൾ. അതോടൊപ്പം തന്നെ ലഹരിക്ക് വിരുദ്ധമായി അവർ കൈകോർക്കുന്നു. അതിനുവേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലും ഒക്കെ അവർ ഒത്തുചേരുന്നു. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലാകമാനം 1 ലക്ഷം വായനാ സദസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ കുട്ടികളിൽ കോളേജ് കുട്ടികൾ, പിന്നെ ഈ മെഡിസിൻ കോളേജിലെ കുട്ടികൾ, എഞ്ചിനീയറിംഗ് കോളേജിലെ, പോളിടെക്നിക്ക് എല്ലാ കുട്ടികൾക്ക് അവരെ പോരാ താഴോട്ട് പോവുകയാണ്. ഞങ്ങൾ കൊല്ലം മുതൽ 1 ലക്ഷം വിജ്ഞാന സദസ്സുകൾ ഇന്ത്യ ഒട്ടാകെ സംഘടിപ്പിക്കുകയാണ് ഈ ഒരു കൊല്ലത്തിനകം. കാരണം അവിടെ സാധാരണക്കാർ, പാവപ്പെട്ടവർ അധിവസിക്കുന്ന, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജോലിക്കാർ അവരുടെ വിശ്രമ സമയത്ത് അവിടെ സദസ്സ് കൂടുകയാണ്. വായനയ്ക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി, വായന എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ തൊഴിലാളി സംഘടനകൾ, അവിടെ CIT ആയാലും INTUC ആയാലും BMS ആയാലും അവർ വിശ്രമിക്കുന്ന സമയത്ത് അവരെയും വായനാതരത്തിന് വായനയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അതുപോലെ മാർക്കറ്റുകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡുകൾ, ജനങ്ങൾ എവിടെയൊക്കെ കൂടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ പുസ്തകവുമായി പോയി അവരെ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ്. കാരണം ഏറ്റവും പാവപ്പെട്ടവരിലും ഞങ്ങൾ എത്തിച്ചേരുകയാണ്. വായനയെക്കുറിച്ച് അവരെ മനസ്സിലാക്കി വായനയുടെ ഗുണഫലങ്ങൾ ഹൃദിസ്ഥമാക്കി അവർക്ക് പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം. ഇരുട്ടിനെ പൊയ്ക്കാതെ ഒരു കൈത്തിരി കത്തിക്കുന്നു. അപ്പം ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്,
ഈ പരിപാടി 8 കൊല്ലം അദ്ദേഹമാണ് ശ്രീ നമ്മുടെ പിണറായി വിജയൻ സാറ് തന്നെ വരണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്. ഞങ്ങളുടെ അതൊരു എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വാർത്ഥതയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ അദ്ദേഹം 8 തവണയും ഇവിടെ വന്ന് ഞങ്ങളെ തലോടി. മതി സാർ, അതിൽ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട്, വലിയ അനുഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിംഗ് നീതി ആയിരിക്കുമ്പോൾ ഞാൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ നീതി ആയോഗിലിരിക്കുമ്പോൾ അവിടുത്തെ പറയാണ്, ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഭരിച്ചതാ തുടങ്ങി. അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം 9%. ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല, നമുക്ക് ഉറക്കെ പറയാം. കാരണം അദ്ദേഹം പാവപ്പെട്ട ഒരാളാണ്. നമ്മൾ AKG സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടുത്തലെന്നാണ്. ഞങ്ങൾ ശ്രീ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണിയാണെന്നാണ്. കാരണം ഏറ്റവും പാവപ്പെട്ടല്ലേ, നമുക്ക് പട്ടിണിയില്ല, ദരിദ്രരില്ല കേരളത്തിൽ. ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദരിദ്രരില്ല. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ വരദാനമാണ്, കേരളത്തിൻ്റെ ഒരു വരദാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത്രയും ശക്തനായ, ഇത്രയും ധൈര്യത്തോടെ എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹം ഒന്നും അവഗണിക്കില്ല. അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ, ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ, ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. അത് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി നമ്മുടെ വായനാദിനം കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അദ്ദേഹം നടത്തും. അദ്ദേഹം വന്ന് നമ്മളെ സ്ഥലമിടുന്നു. വലിയ കാര്യമാണ് സാർ. അതുകൊണ്ട് വായനയ്ക്ക് കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് നോളജ് എക്കോണമിയുടെ കാലമാണ്, വൈജ്ഞാനിക സമ്പദ്ഘടന. വായനയിൽ കൂടെ നമുക്ക് അറിവ് നേടുന്നു. അപ്പോൾ അറിവ് നേടിയുള്ള സമ്പദ്ഘടന, അറിവിലുള്ള സമ്പദ്ഘടന സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ലക്ഷ്യം. അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അല്ലേ അവർ പറഞ്ഞത്, നീതി ആയോഗ ആൾക്കാർ പറഞ്ഞത് ഇസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. കാരണം അങ്ങനെ പറയുന്നത് ഇന്ത്യ മുഴുവൻ, ഞാൻ UP പോയിരുന്നപ്പോഴും നമ്മുടെ ലക്നൌവിൽ പോയപ്പോഴും അവിടെയും പറയുന്നത് നിങ്ങളുടെ അവരുടെ സംസാരത്തിൽ പിണറായി വിജയൻ ഇസ് എ വണ്ടർഫുൾ മാൻ. ഇത്രയും കർമ്മകുശലതയോടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും നമുക്കില്ല. കാര്യത്തിൽ ഞാൻ ഒരു 2-3 പേരെ സ്മരിക്കുകയാണ് സാർ. ഈ വായനാദിനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആരാധ്യനായ ശ്രീ നാനാർ സാറാണ്. നമ്മൾ നിഷ്കളങ്കനായ ഞാൻ അദ്ദേഹം ആ പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ വായനാദിനം ഓർഡർ വെക്കാൻ വേണ്ടി ഞാനും ജയകുമാർ സാറും PA ജോസഫ് മന്ത്രിയും കൂടെ പോകുമ്പോൾ, മസ്കറ്റ് ഹോട്ടലിൽ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചെന്താ, അപ്പോൾ വായനാദിനം PN പണിക്കരുടെ ചരമദിനം വായനാദിനമായിട്ട് പ്രഖ്യാപിക്കണം. നല്ല കാര്യം, ആൾക്കാർ വായിക്കട്ടെ, നല്ല കാര്യം. നമ്മുടെ പണിക്കരുടെയല്ലേ, കൊടുക്കൂ ജോസഫേ, ഞാൻ ക്യാബിനറ്റിൽ റാറ്റിൽ ചെയ്തോളാം. ജയകുമാർ സാർ ഇരിക്കുകയാണ്, അദ്ദേഹം ഇരിക്കുകയാണ്. ഇപ്പോൾ ജയകുമാർ സാറിൻ്റെ ബാക്കിയുള്ള പിന്നോക്കം മുഴുവൻ ഫയലുകളൊക്കെ അദ്ദേഹമാണ്. വെറും 6 ദിവസം കൊണ്ടാണ് വായനാദിനം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ AK ആൻ്റണിയെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് PN പണിക്കർ ഫൗണ്ടേഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞ് PN പണിക്കർ വിജ്ഞാന വികാസ് കേന്ദ്ര എന്ന് പറഞ്ഞ് അത് ഒരു ഓട്ടോണോമസ് ബോഡിയെ തീരുമാനിച്ചത്. നമ്മുടെ ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും അതിൻ്റെ ചെയർമാൻ നിർത്താം. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഇതും പോകും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പേടിയാണ്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ശ്രീ മോഡി, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിയെ സ്മരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോയത്. ഇന്ത്യയിലെ 400 ദശലക്ഷം കുട്ടികൾ ഇന്ന് വായനാദിന പ്രതിജ്ഞ എടുക്കുന്നു. ലഹരിക്ക് വിരുദ്ധമായി അവർ പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഈ സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിൻ്റെ കണ്ണുകളിൽ കൂടി
വായന ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക. വിദേശ രാജ്യങ്ങളിൽ പോലും എവിടെയൊക്കെ CBSE സ്കൂൾസ് ഉണ്ടോ അവിടെയൊക്കെ വായനാ ദിനം സ്മരിക്കുന്നു. അവിടെ വളരെ ഞങ്ങളുടെ ഒരു പാർട്ട്ണറാണ് CBSE. അപ്പം നമ്മുടെ കേരളത്തിലെ ഭരണകൂടവും ഡൽഹിയിലെ ഭരണകൂടവും ഈ പ്രസ്ഥാനത്തിന് കൊടി പിടിച്ചു കൊടിയില്ല, കുട പിടിച്ചു തരുന്നു. ഒരു പൈസയും തരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പൈസയില്ല. ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ മനസ്സ് നല്ലൊരു കാര്യം. PN പണിക്കർ 45 തുടങ്ങിയ എന്താ പറയുന്നത് വായനാ സംസ്കാരം ഇന്ന് ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അതിന് പിന്നെ കേരളമാണ് അതിന് കാരണം. കേരളത്തിലാണ് ഇതിന് അഭിമാനം. അവിടെയൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഞങ്ങളോടൊപ്പമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് മീറ്റിംഗ് ഉണ്ട്. എന്നാലും അദ്ദേഹം വന്നെന്താ ഈ വായനാ സംസ്കാരം വളർത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കുക. കാരണം ലോകത്തിലെ സമ്പന്നന്മാരുടെ കുട്ടികൾ പഠിക്കുന്ന അതേ ബാലപാഠം കേരളത്തിലെ പാവപ്പെട്ടവരുടെ പോലും ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. 4500 സ്മാർട്ട് സ്കൂൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 4500 സ്മാർട്ട് സ്കൂൾ കേരളത്തിൽ പഠിക്കുന്നു. കാരണം പാവപ്പെട്ടവനും ഈ വലിയ സ്ക്രീനിലും ഒക്കെ വെച്ച് ഇൻറ്ററാക്റ്റീവ് ബോർഡ് വഴി അവൻ പഠിക്കുന്നു. അതിന് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. സാർ എന്താ 45,000 ഉണ്ടോ? ഓ വെരി ഗുഡ്. സോറി, 45,000. ഞാൻ ഇന്നത്തെ ഗൂഗിളിൽ നോക്കിയപ്പോൾ 4,500 കണ്ടു. തെറ്റിയിട്ട് 45,000. കുഞ്ഞുങ്ങളെ കൈയടിക്കൂ. അതുപോലെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്കെല്ലാം എന്താ പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണം അദ്ദേഹം നിർദ്ദേശിച്ചു. ഞങ്ങൾ ഇന്ന് പ്രാബല്യമാക്കിയിരിക്കുകയാണ് സാർ. ഈ കുട്ടികൾക്കെല്ലാം വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുന്നത്. അന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാബല്യമാക്കി. ഞാൻ അദ്ദേഹത്തെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ശ്രീ TK നായർ, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ 10 കൊല്ലം ഇവിടുത്തെ ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്നു. ഒരു കറ പോലും അദ്ദേഹത്തിന് ഷട്ടിൽ പറ്റിയിട്ടില്ല. ഒരു കറ പോലും. ഞങ്ങളുടെ ഒരു എപ്പോഴും ഞങ്ങളുടെ കൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തേജനം എന്താണെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ്റെ അമരക്കാരനാണ്. എത്ര രാത്രിയിലും അദ്ദേഹത്തെ ചെന്ന് കാണാം, വിളിക്കാം. എൻ്റെ കൂടെ സ്കൂട്ടറിൽ വരും. അദ്ദേഹം സ്കൂട്ടറിൽ വരും, നടന്നു വരും. അത്ര ഇതായിട്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തിയും ഓജസ്സും തരുന്ന ശ്രീ പന്ന്യൻ രവീന്ദ്രനെ ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അതിലെ ശ്രീ M. വിജയകുമാർ ഈ പ്രസ്ഥാനത്തിൻ്റെ നടന്നുകൂടാണ്. PN പണിക്കർ ജീവിച്ചിരുന്ന അന്നു മുതൽ അദ്ദേഹം DYFIയുടെ വലിയ പ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ വലിയ താല്പര്യം തോന്നിയ PN പണിക്കർ ഞങ്ങളുടെ എല്ലാത്തിലും അദ്ദേഹത്തെ തുടക്കം പോലുള്ള സ്ഥാപക മെമ്പറാണ്. അദ്ദേഹം കേഡസ് ഇന്ത്യ ആയാലും PN പണിക്കർ ഫൗണ്ടേഷൻ ആണെങ്കിലും വിജ്ഞാന വികാസത്തിന് എല്ലാത്തിലും ഞങ്ങൾക്കൊപ്പം നടന്ന് ഞങ്ങളെ ശാസിച്ചും ഞങ്ങളെ തലോടിയും ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ പാലോട് രവി ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം പോലുള്ള വഴികാട്ടിയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഏത് കാര്യത്തിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ശക്തിയും നൽകുന്ന ശ്രീ പാലോട് രവിയെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് PN പണിക്കരാണ്. അതിന് കാരണക്കാരൻ PN പണിക്കരാണ്. അദ്ദേഹം PN പണിക്കർ കൈപിടിച്ച് കൊണ്ടുവന്ന് ഒരു ലൈബ്രറി സെക്രട്ടറിയാക്കി. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജുമായിരുന്നു. അപ്പോൾ ഒരു ജഡ്ജിയുടെ അനിയൻ ഈ ലൈബ്രറി പ്രവർത്തനവുമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് ഇതായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം, പ്രവർത്തനം വഴിയൊരുക്കി. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു.
പിന്നെ നമ്മുടെ കെ ജയകുമാർ, ഈ നമ്മുടെ വായനാദിനത്തിൻ്റെ ശില്പി അദ്ദേഹമാണെന്ന് പറയാം. കാരണം അദ്ദേഹവും പിന്നെ പി ജെ ജോസഫ് സാറും കൊണ്ടാണ്, ഞാനും കൂടാണ് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നതും മുഖ്യമന്ത്രി ഇതൊക്കെ കേട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചിരി പ്രസിദ്ധമാണ്. നിഷ്കളങ്കതയായിട്ട് അദ്ദേഹം പറഞ്ഞത്, വായന പ്രോത്സാഹിപ്പിക്കാനല്ലേ, പഠിക്കേണ്ടതല്ലേ, ജോസഫെ കൊടുക്കൂ, ഓർഡർ കൊടുക്കൂ, ഞാൻ റേറ്റ് ചെയ്തോളാം. അതാണ് ശക്തനായ ഭരണാധികാരിയുടെ നേതൃത്വം. ഒന്നുമില്ല, കേട്ടില്ല, ഇത്രയും സംസാരിച്ചുള്ളൂ. ഞാൻ കളവൊരുക്കിയ ശ്രീ ജയകുമാറെയും ഞാൻ സ്മരിക്കുന്നു. പിന്നെ നമ്മുടെ പി ആർ ഡി ഡയറക്ടർ തുടക്കം മുതൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. നമ്മുടെ വായനാവാരത്തിൻ്റെ പി ആർ ഡിയും വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൻ്റെ ചുമതലക്കാർ 2 പേര്. ഇത്തവണ എന്നൊക്കെ പറഞ്ഞു, ബാലഗോപാൽ, ഞാൻ എല്ലാ കൊല്ലം 10,000 രൂപ ഈ പി ആർ ഡി ഡിസ്ട്രിക്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. ഇത്തവണ ഞാൻ 15,000 ആക്കിയിരിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ കേരള ചീഫാണ് അദ്ദേഹം, നമ്മുടെ അൻസാർ. അദ്ദേഹം ഇതിൻ്റെ ഞങ്ങളുടെ കൂടെ അപ്പം എവിടെയും വായന പ്രോത്സാഹിപ്പിക്കാൻ വരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ അവാർഡ് ജേതാവ് പിന്നെ ഇവിടെ ഗുരുവചനം നടത്തുന്ന അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞുങ്ങളെയും, കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ വായിച്ചു വളർന്ന ആ സംസ്കാരം ഇന്ത്യ മുഴുവൻ പകർന്നിരിക്കുന്നു. ഭാരതം വായിക്കുന്നു കേരളത്തിൻ്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ തുടങ്ങിയ ഈ സംസ്കാരം, വായനാ സംസ്കാരം ഇന്ത്യ മുഴുവൻ പടർന്നിരിക്കുന്നു. അതിനെ ഇടയാക്കിയ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കൊണ്ടുവന്ന ഇതിൻ്റെ അധ്യാപകരും മറ്റുള്ളവരും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ, അവരിതാ ഇന്നത്തെ പത്രത്തിൽ മത്സരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു പത്രത്തിന് 5 ന്യൂസ് ഇതിനെക്കുറിച്ച്. അവരെ ഞങ്ങൾക്കെല്ലാം പ്രോത്സാഹനം തരുന്നു. അവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം നീണ്ടുപോയ പ്രസംഗം മുഖ്യമന്ത്രി ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. 30ാമത് ദേശീയ വായന സംസ്ഥാനതല ഉദ്ഘാടനം. ഈ മഹോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്ത് നിർവഹിക്കപ്പെടുന്നത്. ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികൾ ഭദ്രദീപം തെളിയിക്കുന്നതിനായി തുടങ്ങുകയാണ്. നിങ്ങളുടെ സ്ഥാനങ്ങൾ ദയവായി എഴുന്നേറ്റ് നിൽക്കുക. ഭദ്രദീപം തെളിയിക്കുന്നത് വിശിഷ്ടാതിഥികളാണ്. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. മലയാളം മലയാളം മലയാളം. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം. വായനാദിന മഹോത്സവം ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, എല്ലാം കൂടി നമ്മളല്പം വൈകിപ്പോയി. ഇന്ന് വായനാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീ PN പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. ആ ജൂൺ 19 തുടങ്ങി ജൂലൈ 18 വരെ നീണ്ടു നിൽക്കുന്ന
വായനാദിന മാസാഘോഷത്തിന് ഇന്നാണ് തുടക്കമാകുന്നത്. ഈ ആചരണഘട്ടത്തിലാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തന്നെ മറ്റൊരു പ്രമുഖ നേതാവായിരുന്ന IV ദാസിൻ്റെ ജന്മദിനവും. PN പണിക്കരുടെ പ്രത്യേകത നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നതാണ്. തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലകൾ, ആ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മക്കായി PN പണിക്കർ നല്ല പരിശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് രൂപീകൃതമായ കേരള ഗ്രന്ഥശാല സംഘം. അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾ രൂപീകരിക്കുന്നതിനും അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി PN പണിക്കർ നടത്തിയ പരിശ്രമങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇക്കാലത്തും പ്രസക്തമായതാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇതാണ് അദ്ദേഹം ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. ഒരു ചടങ്ങ് എന്നതിലുപരി ആധുനിക കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഓരോ വായനാ ദിനാചരണം. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നില്ല മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്, പഠിക്കുന്നവരാണ്. പഠിക്കാത്ത, സ്കൂളിൽ പോകാത്ത കുട്ടിയെ സാധാരണഗതിയിൽ നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷെ ഇതായിരുന്നില്ല പണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ അങ്ങനൊരു കാലവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. ഇവിടെ അക്ഷരം നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അക്ഷരാഭ്യാസം നടത്താൻ പാടില്ല അവർ. അപ്പോൾ അവർക്ക് അത് നിഷിദ്ധമായിരുന്നു. അങ്ങനൊരു കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ധാരാളമായിരുന്നു. അത്തരമൊരു കാലത്ത് വായനക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കിയപ്പോൾ ആദ്യം വേണ്ടത് ഈ ആളുകളെ അക്ഷരം പഠിപ്പിക്കലായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ ആളുകൾ നിശാ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. കാരണം പകൽ മുഴുവൻ അവർക്ക് ജോലിയാണ്. ആ ജോലി കഴിഞ്ഞതിന് ശേഷം ചിലർ, അക്ഷരം അറിയുന്നവർ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ
ഓരോ പ്രദേശത്തും വായനശാലകൾ വേണം എന്ന നിലയും അക്കാലത്ത് സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നാട്ടിൽ പലയിടത്തും വായനശാലകൾ രൂപം കൊണ്ടു. ഇതൊരു വലിയ തോതിലുള്ള സാംസ്കാരിക പരിണാമമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വായനാ ദിനവും PN പണിക്കർ സ്മൃതിയുമൊക്കെ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വായനാ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ള പേരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഇവിടെ ശ്രീ ബാലഗോപാൽ ദീർഘമായി തന്നെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കോ ഒരുപക്ഷെ ലോകത്തെ മറ്റ് ഭൂപ്രദേശങ്ങൾക്കോ അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യമാണ് ഈ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനെല്ലാം ഉപരി നമ്മൾ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ളത് കൂടിയാണ്. വായനാരംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടായത് കേരളത്തിലാണ്. 1829 തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാളാണ് അത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ കൊൽക്കത്ത നാഷണൽ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് 1835 എന്നോർക്കണം. അതിനു മുൻപ് 1829 ഇവിടെ ഇത് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അക്കാര്യത്തിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ചവരാണ് നമ്മൾ. രാജ്യത്തിനാകെ വഴികാട്ടിയവരാണ് നമ്മൾ. ആ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ചു പോരാനും നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വായനശാലകൾ എന്നതിലുപരി അനേകം മനുഷ്യരെ വിദ്യാഭ്യാസത്തിലേക്കും വിവേകത്തിലേക്കും കൈപിടിച്ച് നടത്തിയ അറിവിൻ്റെ അക്ഷയഖനികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ. ഇവിടെ നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിദ്യാലയങ്ങളുണ്ട്. എന്നാൽ ആ വിദ്യാലയങ്ങൾ വരുന്നതിന് മുൻപ് സർവകലാശാലകൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് ലോകത്തെമ്പാടുമുള്ള അറിവുകൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് പകർന്നു നൽകാൻ ഗ്രന്ഥശാലകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രന്ഥശാലകളെ സർവകലാശാലകളുമായി താരതമ്യപ്പെടുത്താറുള്ളത്. വിജ്ഞാനശൃംഖലയുടെ ഊടും പാവും നെയ്യുന്ന കണ്ണികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ. അതെക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വാദം നാം കേൾക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു, സാങ്കേതിക വിദ്യയുടെ കാലം വന്നു, അതുകൊണ്ട് വായനയുടെ കാലവും കഴിഞ്ഞു എന്ന ധാരണ ചിലർക്കുണ്ടാകുന്നുണ്ട്. വായനയുടെ കാലം കഴിയുകയല്ല, വായന കാലത്തിനൊത്തു മാറുകയാണ്. മുൻപൊക്കെ
പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വായിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചില മാറ്റങ്ങൾ ആ കാര്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് വായന എന്നത് ഡിജിറ്റൽ വായനയും പോഡ്കാസ്റ്റുകളും ഒക്കെയായി മാറി. അങ്ങനെ മാറിയെന്ന് പറയുമ്പോഴും അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന അറിവുകളുടെ ഖനി രൂപപ്പെട്ടു വരുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നാം പ്രധാനമായും കാണേണ്ട കാര്യം. പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയായൊരു കാര്യമല്ല. വായന കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണമെന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ചില ചോദ്യം ഉയരാറുണ്ട്. അതിന് PN പണിക്കർ നൽകിയ മുദ്രാവാക്യം തന്നെയാണ് മറുപടി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അതിൽ വായന കൊണ്ട് സമൂഹത്തിനെന്ത് ഗുണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. വായിച്ച് വളരുക എന്നത് ശാരീരിക വളർച്ച മാത്രമല്ല, ഇവിടെ മാനസികമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങളും കഴിയാവുന്നത്ര വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക. അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ PN പണിക്കർ പറഞ്ഞ ചിന്തിച്ച് വിവേകം നേടുക, വായനയിലൂടെ കൈവരുന്ന ഓരോ ആൾക്കും കൈവരുന്ന ബോധമുണ്ട്. അത് കൊള്ളേണ്ടതിനെ കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക, അതിനുള്ള കഴിവ് ഈ വായനയിലൂടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ വിശാലമായി ലോകത്തെ കാണുന്ന ഒരാൾ വിവേകത്തോടെ പെരുമാറും. ഇതാണ് വായനയുടെ ഗുണം. ആ ചിന്താഗതി ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ, സമാധാനം പുലരാൻ, സമൂഹത്തിനാകെ ഗുണകരമാകാൻ ഇത് വഴിവെക്കും. അതാണ് നേരത്തെ ശ്രീനാരായണ ഗുരു അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും എന്ന് ആത്മോപദേശ ശതകത്തിൽ എഴുതിയത്. അതായത് അറിവ് നേടുന്നവൻ്റെ അകം മാത്രമല്ല പുറവും ജ്വലിക്കും എന്ന്. അതായത് തൻ്റെ നാട്ടിൽ മാത്രമല്ല പുറം നാട്ടിലും ജ്വലിക്കുമെന്നാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത്. അറിവൊരു വെളിച്ചമാണ്. അത് കൊളുത്തിവെച്ചാൽ അത് സമൂഹത്തിനാകെ വെളിച്ചം പകരും. അത് മനസ്സിലാകാത്തവരാണ് വായന കൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണം എന്ന് ചോദിക്കുന്നത്. ഇവിടെ അറിവിൻ്റെ വെളിച്ചം സമൂഹത്തിലേക്ക് വാർന്നിറങ്ങുകയാണ്. അതിനേറ്റവും കാര്യക്ഷമമായ ഉപാധിയാണ് ചർച്ചകൾ. നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത്
വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടും മറ്റ് ചില പൊതുവിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുടെ വേദിയായി വായനശാലകൾ മാറിയിരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ ചുരുങ്ങുന്നു എന്ന ഒരു ദുരവസ്ഥയുണ്ട്. സാങ്കേതികവിദ്യയുടെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന കാലമാണിത്. അപ്പോൾ പൊതു ഇടങ്ങളും പൊതു ചർച്ചകളും നല്ല നിലയിൽ തന്നെ നിലനിർത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. അത് വായിച്ച പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാകാം, എന്നാൽ അതുമാത്രമാകേണ്ടതില്ല. പകർന്നു കിട്ടിയ സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഇടയാക്കാം. ഇപ്പോൾ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരാപത്തായിട്ടാണ് നാം കാണുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലടക്കം അതിനെതിരെയുള്ള വലിയ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കാനും പൊതുബോധം സമൂഹത്തിൽ ഉയർത്താനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ അടുത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാനിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. കേരളത്തിൽ 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവർ 2023-24 വർഷത്തെ ജില്ലാതല ഇൻഡെക്സ് തയ്യാറാക്കി. ഒരു പ്രത്യേകത നമ്മൾ കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയാണിത് പറയുന്നത്. നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. രാജ്യത്തെ ഏറ്റവും മുൻനിരയുള്ള ജില്ലകളായിട്ട് 41 ജില്ലകളെയാണ് എടുത്തത്. ആ 41 ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയാണെന്ന് എല്ലാവർക്കും അറിയാലോ. കേരളത്തിലെ 13 ജില്ലകൾ ഈ 41 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയാക്കിയത് പഠന നിലവാരം, അധ്യാപകരുടെ മികവ്, ക്ലാസ് മുറികളുടെ വൈവിധ്യം, അടിസ്ഥാന സൗകര്യം, സ്കൂൾ സുരക്ഷ, ഡിജിറ്റൽ പഠനം, ഇങ്ങനെ 12 മേഖലകളിലെ നിലവാരമാണ് പരിശോധിച്ചത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന മികവാർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നല്ലതുപോലെ പഠിച്ചു വളരുക, വായിച്ചു വളരുക, അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഹൃദയപൂർവ്വം നന്ദി സർ. അടുത്തതായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിവർത്തനങ്ങളുടെയും ഉറച്ച നിലപാടുകളുടെയും രാജകുമാരനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മോടൊപ്പമുണ്ട്.
കേരളമാകമാനമുള്ള അധ്യാപകരുടെ ആശയം പ്രതീക്ഷയുമാണ് അങ്ങ് വിദ്യാഭ്യാസ മന്ത്രി ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ ബഹുമാന്യനും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, ബഹുമാന്യരെ, ഇന്ന് വായനാ ദിനമാണ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് വായന. വായിച്ചു വളരുക എന്ന ശക്തമായ മുദ്രാവാക്യത്തിലൂടെ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്കും വികസനത്തിനും അടിത്തറ പാകിയ മഹാനായ PN പണിക്കരെ അനുസ്മരിപ്പിക്കുന്ന ഈ ദിനം വായനയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ പൂർണ്ണനാകുന്നത് വായനയിലൂടെ മാത്രമാണ്. ഈ മുദ്രാവാക്യം നമ്മുടെ കുട്ടികൾ വായനാശീലം വളർത്താൻ നമ്മൾ ഓരോരുത്തരും സാർത്ഥമാകേണ്ട ഒരു മന്ത്രമാണ്. ജൂൺ 19 ആരംഭിക്കുന്ന ഈ വായനാ മാസാചരണം കേരളത്തിൽ ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വായനയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുവാനും ഒരു മികച്ച വേദി ഒരുക്കുകയാണ്. കുട്ടികൾ പാഠ്യേതര പുസ്തകങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ രക്ഷകർത്താക്കളും അധ്യാപകരും ഈ വായനാ ദിനം മാസാചരണ വേളയിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ വായനാ ദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ SSLC പരീക്ഷയ്ക്ക് കായിക രംഗത്തും കലാരംഗത്തും NCC, NSS അതുപോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രേസ് മാർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഗ്രേസ് മാർക്ക് അവർ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഒരു റൗണ്ട് പത്രാധിപന്മാരുമായും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാരുമായും ഒക്കെ തന്നെ ചർച്ച ചെയ്തപ്പോൾ വായനയ്ക്ക് 10 മാർക്കിൻ്റെ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ഒരു ആലോചന പൊതുവിൽ വന്നിട്ടുണ്ട്. അത് ഈ വർഷം മുതൽ നടപ്പിലാക്കണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ വേണം? മാസികകൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ പത്രം വായിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട. അതെല്ലാം വായിക്കുക. അത് ടീച്ചർമാർ മേൽനോട്ടം വയ്ക്കുക, വായിച്ചത് എഴുതി വയ്ക്കുക. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ വായനാ ദിനത്തിൽ ഈ പ്രഖ്യാപനം കൂടി ഞാൻ നടത്തിക്കൊണ്ട് എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. വായനാ ദിനത്തിലെ ഈ പ്രഖ്യാപനം സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു വലിയ നേട്ടമായി നമുക്ക് കരുതാം. അടുത്തതായി മുഖ്യപ്രഭാഷണമാണ്. ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ശ്രീ K. ജയകുമാർ IAS സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ വിജയകുമാർ, ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, TK നായർ സാറ് തുടങ്ങി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4 പറഞ്ഞാൽ ഒരുപാടില്ല, പെട്ടെന്ന് പറയും. എനിക്ക് വേറൊരു സ്കൂളിൽ പോകേണ്ട കാര്യമുണ്ട്. 4 കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ഈ നമ്മൾ കിടക്കുന്ന മുറി അല്ലെങ്കിൽ വീട്ടിലൊരു മുറി ജനലും വാതിലും അടച്ചിട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ചിലന്തി, പാറ്റ തുടങ്ങിയതെല്ലാം കയറുമില്ലേ? അതുകൊണ്ടാണ് ജനൽ തുറന്നിട്ട് ക്രോസ് വെന്റിലേഷൻ, പിന്നെ കാറ്റ് കയറണം. കാറ്റ് കയറിയെങ്കിൽ മാത്രമേ മുറി താമസയോഗ്യമാവുള്ളൂ, എങ്കിലേ വൃത്തിയുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് ദുഷിക്കും, ജീർണിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒരു മുറിയാണെങ്കിൽ ആ മുറി എപ്പോഴും തുറന്നിടണം, മനസ്സെപ്പോഴും തുറന്നിടണം.
മനസ്സ് തുറന്നിടുന്നത് എങ്ങനെ? അവിടെ ജനലും വാതിലും ഒന്നുമില്ല, അത് ചിന്തകൾ കൊണ്ട് മാത്രമേ നമുക്ക് തുറക്കാൻ സാധിക്കൂ. അങ്ങനെ നമ്മുടെ മനസ്സ് ജീർണിക്കാതിരിക്കണമെങ്കിൽ ആശയങ്ങൾ നാനാഭാഗത്തു നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിന് വായനയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ആശയങ്ങൾ വരാൻ. 4 കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പരിമിതികൾ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വായനക്കാരാക്കാൻ സാധിക്കൂ. എന്താണ്? ഒന്ന്, ഇവിടെയുള്ള അധ്യാപകർ വേണമെങ്കിൽ എന്നോട് വേണമെങ്കിൽ കലഹിക്കും. ഒന്ന്, ഈ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വായിക്കണം. ഞാൻ വായിച്ചു, ഞാൻ പാഠപുസ്തകം വായിച്ചു എന്ന് പറയുന്നത് വായനയല്ല. അത് പരീക്ഷയ്ക്ക് വേണ്ടി വായിച്ചേ പറ്റൂ. ആ വായനയല്ല നമ്മൾ പറയുന്നത്. അത് വായിക്കേണ്ടെന്നല്ല, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള വായന അതുണ്ടാവണം. പാഠപുസ്തകമല്ലാത്ത എന്തെങ്കിലും എല്ലാ ദിവസവും വായിച്ചിരിക്കണം. അത് ഈ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറാവാം, മാസികയാവാം, പുസ്തകമാവാം, എന്തുമാവാം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന പുസ്തകങ്ങളല്ലാതെ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വായിക്കാൻ നമ്മൾ ബോധപൂർവം തീരുമാനിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും 10 മിനിറ്റ് വായിച്ചാൽ മതി ആദ്യം, പിറ്റേന്ന് 15 മിനിറ്റ് ആയിക്കൊള്ളു. 2, സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. എന്ന് വെച്ചാൽ ഞാൻ വായിച്ചു, ഞാൻ പേപ്പർ വായിച്ചു, വായിച്ചു. എങ്ങനെ വായിച്ചു? ഞാൻ ഫോണിൽ വായിച്ചു. അങ്ങനത്തെ വായനയല്ല. ഫോണിൽ വായന മോശമാണെന്നല്ല, പക്ഷേ പലപ്പോഴും ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർ വായിക്കുകയല്ല എന്നുള്ളത് നമുക്കറിയാം. ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ ഇരിക്കുമ്പോൾ 3-4 മണിക്കൂർ ആളുകൾ വായിക്കുകയാണ്. എന്താണ്? സിനിമ കാണുകയാണ് കേട്ടോ. സിനിമ കാണുന്ന മോശമാണെന്നല്ല, പക്ഷേ വായിക്കേണ്ട സമയം വായിക്കണം. അതുകൊണ്ട് സാങ്കേതിക വിദ്യ കൊണ്ട് ഞാൻ ഇതിനകത്ത് വായിച്ചോളാം എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ വായിക്കണം. സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങളിൽ പെട്ട് സമയം പോകാതെ. കാരണം റീൽസ് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് 5-6 മണിക്കൂർ വേണമെങ്കിൽ നോക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അനന്തമാണ്. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ മൊബൈലിലോ ഒക്കെ ഇരിക്കാൻ പറ്റും. ആ പ്രലോഭനങ്ങളെ അതിജീവിച്ച്, സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങൾ അതിജീവിച്ച് വായനയ്ക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് 2ാമത്തെ കാര്യം. അപ്പോൾ 1, ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്തേക്ക് പോവുക. 2, സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുക. 3, സമയമില്ല എന്ന സ്ഥിരം പല്ലവിക്ക് അപ്പുറത്തേക്ക് പോയി എങ്ങനെയെങ്കിലും 24 മണിക്കൂറിൽ 15 മിനിറ്റ് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ വായിക്കാൻ സാധിക്കൂ. ഒരിക്കലും സമയമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 24 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ നമുക്ക് സമയമില്ല. അയാൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുവർ ടൈം മാനേജ്മെന്റ് എന്നർത്ഥം. അതുകൊണ്ട് ഗോ ബിയോണ്ട് യുവർ ലിമിറ്റേഷൻ. സമയമില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇല്ല. സമയമുണ്ടാക്കി 15, 20, 30 മിനിറ്റ് വായിക്കുക. അപ്പോൾ 3ാമത്തെ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് സമയമില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഗോ ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് ഈ ടൈമില്ല എന്നുള്ള ലിമിറ്റേഷൻ അപ്പുറം. 4, ഞാൻ വായിക്കും, ഞാൻ സ്പോർട്സ് മാത്രമേ വായിക്കൂ, ഞാൻ സിനിമ മാത്രമേ വായിക്കൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് പോകണം. എല്ലാം വായിക്കണം. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിലും നമുക്ക് താല്പര്യം ഉണ്ടാവുക. ഗോ ബിയോണ്ട് സബ്ജക്റ്റ് ലിമിറ്റേഷൻസ്. അല്ലാതെ രാവിലെ സ്പോർട്സ് മാത്രം വായിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ വായിക്കില്ല സ്പോർട്സ് കേട്ടോ. ഞാൻ IAS സ്പോർട്സ് പഠിച്ചെടുത്തത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അത് ജനറൽ നോളജ് ചോദിക്കും. ചിലർ സ്പോർട്സ് മാത്രം, ചിലർ സിനിമ മാത്രം, ചിലർ രാഷ്ട്രീയം മാത്രം. അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിലോടും നമുക്ക് ഒരു ആസക്തി ഉണ്ടാവണം. അതാണ് അഭിനിവേശം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത്തരത്തിലുള്ള പരിമിതികൾക്ക് അപ്പുറം പോയി പാഠപുസ്തകത്തിന് അതീതമായി, സമയപരിമിതിക്ക് അതീതമായി, സാങ്കേതിക പ്രലോഭനത്തിന് അതീതമായി, നമുക്കിഷ്ട വിഷയങ്ങൾക്ക് മാത്രം എന്നുള്ള പരിമിതിക്ക് അതീതമായി ഒരു ദിവസം അരമണിക്കൂർ കണ്ടെത്തി ഏറ്റവും നല്ലത്. നിങ്ങൾ താനേ 1 മണിക്കൂർ കണ്ടെത്തിക്കൊള്ളും. അങ്ങനെയുള്ള ഒരു നിശ്ചയം, ഇവിടെ പ്രതിജ്ഞയൊക്കെ എടുക്കും. പക്ഷെ ആ പ്രതിജ്ഞയ്ക്കും അപ്പുറം ഈ ഒരു പ്രതിജ്ഞ നിശബ്ദമായി എടുത്തുകൊണ്ട് ഐ ഷാൽ ഫൈൻഡ് ടൈം ടു റീഡ്, ഞാൻ വായിക്കാൻ സമയം കണ്ടെത്തും എന്നൊരു നിശബ്ദ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയാൽ PN പണിക്കരുടെ ആത്മാവിന് സന്തോഷമാവും, നമുക്ക് സന്തോഷമാവും. നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ലോകത്ത് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവും. കാരണം നമ്മുടെ മനസ്സ് വിപുലവും വിശാലവുമായി തീരും. അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടേ ലോകത്തിന് ഗുണമുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രധാന ആകർഷണീയമാണ് വായനാ ദിന പ്രതിജ്ഞ. വായനാ ദിന പ്രതിജ്ഞ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ TK നായർ IAS ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വായനാ ദിന പ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുന്നു.
പ്രതിജ്ഞ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ ആ പ്രതിജ്ഞ ചൊല്ലുക. വലത് കൈ ശരി. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാംവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രതിജ്ഞയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗര ഊർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. ജയ് ഹിന്ദ്. വളരെ നന്ദി സർ. അടുത്തതായി മിസോറാം മുൻ ഗവർണറായിരുന്ന രാഷ്ട്രീയ പ്രമുഖനായ ശ്രീ കുമ്മനം രാജശേഖരൻ സാറിനെ സാദരം പ്രസംഗത്തിനായി ക്ഷണിക്കും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. വായന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിഷേധ്യമായ, അനിവാര്യമായ ഒരു വീക്ഷണവും സമീപനവുമാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ചുറ്റുപാടും നടക്കുന്നതെല്ലാം അറിയണം. അറിയണമെങ്കിൽ വായിക്കണം. അറിയാനും അറിയിക്കാനുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഉപദേശിച്ചു. കാര്യങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ വായനാശീലം വളരണം. വായിക്കുന്നതിലൂടെ നോ സംതിങ് ഓഫ് എവരിതിങ് ആൻഡ് എവരിതിങ് ഓഫ് സംതിങ്. മഹാനായ റസൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണം. ജയകുമാർ സാർ പറഞ്ഞു, ഇന്ന വിഷയം മാത്രമേ ഞാൻ പഠിക്കൂ, അതറിയൂ എന്നുള്ളതല്ല, എല്ലാം അറിയണം. നോ സംതിങ് ഓഫ് എവരിതിങ് ആൻഡ് എവരിതിങ് ഓഫ് സംതിങ്. ചില കാര്യങ്ങളുടെ എല്ലാം അറിയണം. നമുക്ക് എല്ലാ കാര്യങ്ങളുടെ എല്ലാം അറിയാൻ സാധിക്കില്ല, പക്ഷെ ചില കാര്യങ്ങളുടെ എല്ലാം അറിയണം. അത് വായനയിലൂടെ സാധിക്കുകയുള്ളൂ.
ഇന്നലെ ഒരു മഹാത്മാവിൻ്റെ ഓർമ്മ ദിനമായിരുന്നു. മഹാത്മാ അയ്യങ്കാളി. അദ്ദേഹം സ്കൂളുകളിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തിയ ആളാണ്. ബാലരാമപുരത്തും പുല്ലാടുമൊക്കെ കുട്ടികളുമായി പഠിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയ ആളാണ്. പക്ഷേ ഇന്ന് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമുണ്ട്, സൗകര്യമുണ്ട്, സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണം. അയ്യങ്കാളിയോട് ചോദിച്ചു, എന്തിനാണ് ഈ സമരം നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, പഠിക്കാനാണ്. പഠിക്കുന്നത് എന്തിനാണ്? അറിവ് നേടാനാണ്. അതെങ്ങനെ സാധിക്കും? ചുറ്റുപാടുമുള്ള സമൂഹത്തെ, പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടേ സാധിക്കും. അതറിയണമെങ്കിൽ വായന വേണം. ശ്രീ പണിക്കർ, വി.എൻ. പണിക്കർ സാറിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം എൻ്റെ ജന്മസ്ഥലമായ കുമ്മനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് വന്നത്. അദ്ദേഹം ഞങ്ങളെ കുറേ കുട്ടികളെ കൂട്ടിക്കൊണ്ടാണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ്, അന്നത്തെ പത്രം വായിച്ച് കേൾപ്പിച്ചാണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നത്. അടുത്ത ദിവസം അദ്ദേഹം വന്നത് ഒരു സഞ്ചി നിറയെ പുസ്തകവുമായിട്ടാണ്. അങ്ങനെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് നിരവധി ആളുകളെ നേരിൽ കണ്ട് അവരോടെല്ലാം വായിക്കണമെന്ന് മാത്രം പറഞ്ഞു നടന്ന ഒരു മഹായോഗിയായിരുന്നു ശ്രീ പി.എൻ. പണിക്കർ സാർ. അദ്ദേഹം തുടങ്ങിവെച്ച എത്രയോ വായനശാലകൾ ഇന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ വായനയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതമായ ഒരു ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണെന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അത് ലംഘിക്കാൻ പറ്റില്ല. വായിക്കണം, വായിച്ചു വളരണം. വായനയിലൂടെ നമുക്ക് വിജ്ഞാനമുണ്ടാകും, അതോടൊപ്പം തന്നെ വിവേകവും ഉണ്ടാവണം. ശരിയും തെറ്റും അതിനുള്ള തിരിച്ചറിവ് വിവേകത്തിലൂടെ ഉണ്ടാകും, വിജ്ഞാനത്തിലൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് വിജ്ഞാനത്തിലൂടെ വിവേകമുണ്ടാകണം. അതുപോലെ തന്നെ വികാരവും ഉണ്ടാകണം. സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം, സൗഹൃദം, ഇങ്ങനെയുള്ള ആ ജീവിത ധാർമ്മിക മൂല്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരണം. വായിക്കുന്നത് അത് ഉൾക്കൊള്ളാനാണ്. സമൂഹത്തെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടെ കാണാൻ, അങ്ങനെ ഒരു സമന്വയത്തിലൂടെ, സഹവർത്തിത്വത്തിലൂടെ, സഹജീവനത്തിലൂടെ മുന്നോട്ടേക്ക് പോകാൻ വായന ഉപകരിക്കട്ടെ. അതിനുള്ള പ്രേരണയും പ്രചോദനവും ഇന്നത്തെ ഈ വായന ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. നന്ദി സാർ. അടുത്തതായി പുസ്തക പരിചയമാണ്. ചിന്മയ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീമാൻ ക്ഷണിക്കുന്നു, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഹരിയോ, നമസ്കാരം. എൻ്റെ പേര് ശ്രീമാൻ. ഞാൻ വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ദേശീയ വായന ദിനമായ ഇന്ന് ഞാൻ വായിച്ച പുസ്തകത്തെക്കുറിച്ച് പറയാൻ ഇവിടെ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗവേഷകയും എഴുത്തുകാരിയുമായ സുധാമേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഏറ്റവും സങ്കടം ഭൂതകാലം ഒറ്റയടിക്ക് ആരിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഉണങ്ങിയ കളിമണ്ണ് പോലെയാണ് യുദ്ധം ഉണ്ടാക്കുന്ന വേദനകൾ. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എന്നേക്കുമായി ഉറച്ചുപോകും. ഇത് ഈ പുസ്തകത്തിലെ വരികളാണ്. ഈ പുസ്തകം വായിച്ചപ്പോഴും വായിച്ചു തീർത്തപ്പോഴും മനസ്സിൽ യുദ്ധവാർത്തകളാണ് തെളിഞ്ഞത്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എല്ലാം യുദ്ധത്തിന്റെ ഭയപ്പാടിലൂടെ കടന്നുപോയതേ ഉള്ളൂ. ഈ ഓർമ്മ പുസ്തകത്തിലെ ജീവലത എന്ന ശ്രീലങ്കൻ അമ്മയുടെ അനുഭവങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അവർ മാത്രമല്ല, ജീവിതത്തിൽ
ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിച്ച സ്ത്രീകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഞാൻ ഈ പുസ്തക വായനയിലൂടെ അറിഞ്ഞു. അവരുടെ കഷ്ടനഷ്ടങ്ങളും എന്നെ വേദനിപ്പിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ അതുണ്ടാക്കുന്ന മുറിവുകളെ പറ്റി ആരും ചിന്തിക്കുന്നില്ലല്ലോ. അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ഒരുപാട് പേർ പലയിടത്തും ഇന്നും ജീവിക്കുന്നുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങൾ നമ്മെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരു യുദ്ധവും ഉണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം. സൈറയും ജീവലതയും നടന്ന മുള്ളു നിറഞ്ഞ പാതകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ഒന്നായി കഴിയുന്ന ലോകത്തിനായി പ്രവർത്തിക്കാം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുന്ന ഈ കാലത്ത്, ചന്ദ്രയാനും റോബോട്ടിക്സും നമുക്ക് സഹായകമാകുന്ന ഈ കാലത്ത്, ശുദ്ധമായ മണ്ണിനെയും മരങ്ങളെയും പ്രകൃതിയെയും നമ്മുടെ നാടിനെയും നമുക്ക് സംരക്ഷിക്കാം. ഒത്തൊരുമിച്ചു നിൽക്കാം. നല്ലൊരു നാളേക്കായി എല്ലാ കൂട്ടുകാർക്കും വായന ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കൊച്ചുമിടുക്കന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്തതായി നിങ്ങളോട് വായനാനുഭവം പങ്കുവയ്ക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അർഫ സമിയയാണ്. നമസ്കാരം. എൻ്റെ പേര് അർഫ സമിയ. GGHSS കോട്ടൺ ഹിൽ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകമാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഏതൊരു വായനക്കാരിയും ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടാവുന്ന പുസ്തകമാണിത്. നജീബ് എന്ന ചെറുപ്പക്കാരന്റെ ആ കഥ വായിക്കുന്ന ആരും കരഞ്ഞു പോകും. മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവബഹുലമായ നോവലാണിത്. നാട്ടിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു ജീവിത വരുമാനത്തിനായി നജീബ് സൗദി അറേബ്യയിൽ എത്തുന്നു. എന്നാൽ അതിക്രൂരനായ ഒരു അറബിയാൽ വഞ്ചിക്കപ്പെട്ട അയാളുടെ അടിമയായി ദുരിതപൂർണമായ ജീവിതം നയിച്ച നജീബിന്റെ കഥ. മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണിത്. കഴിക്കാൻ നല്ല ഭക്ഷണമോ ഉടുക്കാൻ നല്ല വസ്ത്രമോ നല്ല വെള്ളം പോലും കിട്ടാതെ ആ അറബിയുടെ പീഡനങ്ങൾ സഹിച്ച് മരുഭൂമിയിൽ ആടുകളെ വളർത്തി നജീബ് ജീവിച്ചു. ആടുകളോടൊപ്പം ജീവിച്ച് ഒരാടായി മാറിയ നജീബ് മനുഷ്യ മനസ്സുകളെ ഈറനണിയിക്കുന്നു. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഇതൊരാൾ അനുഭവിച്ച കഥയാണ് എന്നോർക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ആദ്യമായി വായിച്ചു തുടങ്ങുന്ന ഏതൊരാളോടും ഞാൻ നിർദ്ദേശിക്കുന്ന പുസ്തകമാണ് ബെന്യാമിന്റെ ആടുജീവിതം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് നജീബ് നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി. കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ ശ്രീ M. വിജയകുമാർ സാർ നമ്മോടൊപ്പമുണ്ട്. സാറ് സംസാരിക്കുന്നതാണ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ പന്നിയൻ രവീന്ദ്രൻ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഇനി പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ വർഷത്തെ വായനാ ദിനം അല്ലെങ്കിൽ ദേശീയ വായനാ മഹോത്സവം ഈ കേരളത്തിൽ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങോടുകൂടിയാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു വായനാ ദിനമാണ്, വായനാ മഹോത്സവമാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ പങ്കാളികളായ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുള്ളവരാണ്. നമുക്ക് ഈ ദിനത്തിൻ്റെ സന്ദേശം ഇവിടെ പറഞ്ഞല്ലോ, വായിക്കുക എന്നത് അറിവ് മാത്രമല്ല, വായനയിൽ കൂടി അറിവിനോടൊപ്പം തിരിച്ചറിവും നേടുക എന്നതാണ്. തിരിച്ചറിവില്ലാത്ത അറിവിന് അർത്ഥമില്ല. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള സന്ദേശമാണ്
ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ നന്ദി സാർ. അടുത്തതായി ഒരു ഗുരുവന്ദനമാണ്. 2024 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ കിഷോർ കുമാർ സാറിനെ ആദരിക്കുകയാണ്. അദ്ദേഹം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ HSSലെ അധ്യാപകനാണ്. അദ്ദേഹത്തിനെ ആദരിക്കാനായി PN പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. 18 വർഷമായി അധ്യാപകനായി ജോലി ചെയ്യുകയാണ് കിഷോർ കുമാർ സാർ. പുതുമയുള്ളതായ ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നു. ദേശീയ തലത്തിൽ 2019 മുതൽ 2024 വരെ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കി. തിരുവനന്തപുരത്തുണ്ടായിരുന്ന കാന്തളൂർ ശാലയെക്കുറിച്ചുള്ള പഠനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ചലച്ചിത്രോത്സവത്തിലും അദ്ദേഹത്തിന് ദേശീയ മത്സരത്തിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ സമ്മാനം. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. PN പണിക്കർ ഫൗണ്ടേഷൻ കുടുംബത്തിൻ്റെ ചെയർമാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പന്ന്യൻ സാർ. സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സാറ് നിങ്ങളോട് സംസാരിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലുള്ള എൻ്റെ കൊച്ചുകുട്ടികളെ, അനിയന്മാരെ, അനിയത്തിമാരെ, ചേട്ടന്മാരെല്ലാവരും, പ്രസംഗമില്ല. പ്രസംഗം നിങ്ങൾ വേണ്ടുപോലെ കേട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഗുരുവന്ദനം എന്നൊരു പരിപാടി ഇവിടെ വെച്ചല്ലോ. ഗുരുക്കന്മാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനിപ്പോഴും ഓർക്കുക, പഴയ കാലത്ത് എന്നെ പഠിപ്പിച്ച ഗുരുക്കളാണ്. ആദ്യത്തെ കണ്ടാൽ ഞാൻ മുണ്ട് മാടിക്കുത്തിയെങ്കിൽ അത് താഴ്ത്തിയിടും, അത്ര ബഹുമാനമാണ്. ഇപ്പം നമുക്കങ്ങനെ ഇല്ല. കാലത്തിൻ്റെ കുഴപ്പമായിരിക്കും. നമ്മളെപ്പോഴും ഗുരുവിനെ ഓർക്കണം. ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നൊരു വാക്കുണ്ട്, മാതാ പിതു പിത ഗുരുദൈവം, അല്ലേ? ഉറപ്പാണല്ലോ. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായി പഠിക്കുക, നന്നായി മുന്നോട്ട് പോവുക. നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മളീ പരിപാടിയിൽ ഒരു നിറഞ്ഞ പൂന്തോട്ടം പോലില്ലേ നിങ്ങളുടെ വന്നിരുന്നപ്പോൾ? നിങ്ങളാണ് നമ്മുടെ ശക്തി, നിങ്ങളാണ് നമ്മുടെ എല്ലാം. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നിർത്തുന്നു. വായനാ ദിന മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നതാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറിയായ രാജീവ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ സമയം എടുക്കത്തില്ല. എന്നുവെച്ചാൽ ഇത്രയും നേരത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സ് നിറഞ്ഞും ഇൻഫർമേഷൻ ഉണ്ട് എന്നറിയാം. ഈ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും, ഈ വേദി അലങ്കരിച്ച് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി മുതൽ ഇവിടെയുള്ള എല്ലാവരും, അതുപോലെ നിങ്ങളെല്ലാവരും സദസ്സിൽ നിറഞ്ഞ് കൂടി ഞങ്ങളുടെ കൂടെ ഈ 2 മണിക്കൂർ ചെലവഴിച്ചതിന് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ബിഹാഫിൽ. ഈ വായന മഹോത്സവം 2025 1 മാസത്തെ ഇനി സെലിബ്രേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഒന്നും കൂടെ നിങ്ങൾക്കേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വായനാ മഹോത്സവം ഒരു നിത്യവസന്തമായി തന്നെയാണ് പരിണമിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നൽകുന്ന വെജിറ്റബിൾ ബിരിയാണി പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്.
ആർക്കെങ്കിലും കിട്ടിയില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നിലേക്ക് വരിക. ഇന്നത്തെ വായനാ മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.